അർജുൻ ആയെങ്കിൽ അങ്ങനെ പിടിയിലായിട്ടുണ്ട്. വെല്ലുവിളിയും നമ്മള് സിനിമാ സ്റ്റൈലിലുള്ള ചേസിങ്ങും ഒക്കെ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് പിടിയിലായിട്ടുള്ളത്. പിടിയിലായിട്ട് അർജുൻ ആയങ്കിയെ പോലീസ് വാഹനത്തിൽ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ മാധ്യമങ്ങളോട് ആയങ്കി ചോദിച്ചൊരു കാര്യമുണ്ട്. കടലിൽ പോയവരൊക്കെ കണ്ടു കിട്ടിയോന്ന്. അപ്പോ അത്രത്തോളം നിർഭയനായിട്ടാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് വരുമ്പോ പോലും ആയങ്കിയുള്ളത്. എന്തായിരിക്കാം മാം അതിന് കാരണം? അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഒരു വെല്ലുവിളിയായിട്ട് പറയുന്നു, പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്ന്. അതെ. എന്ന് മാത്രല്ല, ആം, തൃശ്ശൂര് ഒരു അമ്പലത്തിന്റെ പരിസരത്തിരുന്ന് വീഡിയോ ഒക്കെ റീലൊക്കെ ഇട്ട് ഫണ്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഉം. പൈസ തരണം, പൈസ തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ കൊടുക്കേണ്ടത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന ചില വ്യക്തികൾ ഉണ്ടാവും. ഉം. അവരടുത്താണ് അദ്ദേഹം പറയുന്നത്, പൈസ തന്നോ, പൈസ തന്നോ, ഫണ്ട് വേണം, ഫണ്ട് വേണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവരെ കുറിച്ച് അറിയാവുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. ഉം. ഇപ്പൊ പറഞ്ഞില്ലേ, കടലിൽ പോയവരെയൊക്കെ ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് എന്റെ പുറകെ നടക്കുക. എന്തൊരു ധാർഷ്ട്യാണ്! ഒരു കുടുംബം കരഞ്ഞുകൊണ്ടിരിക്കുക. രേഷ്മ എന്ന് പറയുന്ന ഗൗതമിന്റെ അമ്മക്ക് ഭർത്താവിന്റെയും അച്ഛന്റെയും തന്നെ കർമ്മങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഉം. അറിവുണ്ടായിട്ട് വേണം അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല കുടുംബങ്ങളിലും അവരുടെ ബന്ധുക്കള് ബുദ്ധിമുട്ടി വിഷമിച്ച് ഇരിക്കുന്ന സമയത്താണ് വളരെ കാഷ്വൽ ആയിട്ട് അവരെയൊക്കെ ആദ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കൂ, അവർക്കൊക്കെ എന്തായാലും കണ്ടുപിടിക്കും, എന്നിട്ട് എന്റെ പുറകെ വരുമെന്ന്. നമ്മുടെ കേരള പോലീസ് എന്ന് പറയുകയാണെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാ കാര്യങ്ങളും നല്ല പരിഹാരം ഉണ്ടാക്കും. കേരളത്തിന് ഏറ്റവും അധികം ജനങ്ങൾക്ക് ഭീതിയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരിടമായി മാറ്റുകയും ചെയ്യും. അതിനിടയിൽ കൂടെയാണ് കയറി ഉദ്യോഗസ്ഥരും ബാക്കിയുള്ള ആൾക്കാരും നേതാക്കളുടെയൊക്കെ. ആ നേതാക്കന്മാരും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ. ആ അതെ. വേർഡാണത്. ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവും, നിങ്ങൾക്ക് ഡീപ്രൊമോഷൻ ആക്കും, നിങ്ങളെ സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴാണ് അവർക്കും കുടുംബമുണ്ട്, അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഉം. പേടിയുണ്ട്, അവരൊന്ന് ഒതുങ്ങുന്നത്. വിജയൻ IAS സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉവ്വ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് പഠിച്ച് മിടുക്കനായി കയറി വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ അർജുൻ അയങ്കിയുടെ കേസ് ഓപ്പറേഷന്. ഓപ്പറേഷന് മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചത്. എവിടുന്നാ പിടിച്ചത്? അദ്ദേഹത്തിന്റെ, അർജുന്റെ തന്നെ അഡ്വക്കേറ്റിന്റെ ഫ്ലാറ്റിൽ ഫ്ലാറ്റിൽ നിന്നാണ് നിന്ന്. പിടിച്ചത്. ഫ്ലാറ്റ് പുറത്ത്, കണ്ണൂര്. കണ്ണൂര് പുറത്തുനിന്ന് പൂട്ടിയ അവസ്ഥയിലായിരുന്നു. അപ്പൊ അദ്ദേഹം ഉള്ളിൽ കയറി ഇരുന്നിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും പൂട്ടിയ ഉം. അവസ്ഥയാണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് കൊടുക്കുകയും പറഞ്ഞു ചെയ്തത്. കൊടുത്തത്. അതായത് ജനങ്ങൾക്ക് തന്നെ സഹികെട്ടു, പൊറുതിമുട്ടി. കണ്ണൂരാണ് ഇദ്ദേഹത്തിന്റെ ഉം. ശരിക്കും ആവാസ ആവാസ കേന്ദ്രം കേന്ദ്രം. എന്ന് പറയണം. ഉം. അവിടെയുള്ള അറിയപ്പെടുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ്. അവിടെയുള്ള സാധാരണ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കുന്ന ഒരു നേതാവ്. മാമിന് ഓർമ്മയുണ്ടാവും ആകാശ് തില്ലങ്കേരി. അതെ, അതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പേരായിരുന്നു. അതെ. ഇതിനെ പാർട്ടി വളർത്തിയതാണ് എന്നുള്ളത് നമ്മൾ പറയുന്നതല്ല. ആ, അവിടെയുള്ളവർ തന്നെ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളാണ്. ഒരു സാധാരണക്കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അവർക്ക് തന്നെ മതിയായി. പാർട്ടിയുടെ ഇത്രയും ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ട് പൊറുതിമുട്ടിയ കണ്ണൂരെ ജനങ്ങൾ തന്നെ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിനുള്ളതിന് ഉത്തമ ഉദാഹരണമാണിത്. ഇപ്പൊ ആകാശ് തില്ലങ്കേരിയുടെ കാര്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ ഉവ്വ്. പറയാണ്, 2 പേരെ കൊന്ന കേസിലെ പ്രതിയാണ് അദ്ദേഹം. ഉം. കൊലക്കേസ് പ്രതിയാണ്. എന്നാൽ ആയങ്കിക്കെതിരെ അങ്ങനത്തെ ഒരു കൊലക്കേസ് പ്രതിയൊന്നുമല്ല. ഉം. പക്ഷെ മറ്റേ തില്ലങ്കേരിയെ പോലെ തന്നെ ഭീകരാവസ്ഥ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അതെ. എന്തിന് ഒരു ജേർണലിസ്റ്റിനെതിരെ ഉം. അദ്ദേഹം എന്തൊക്കെ മോശമായിട്ട്, വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പറയാൻ പാടില്ല എന്ന് ഇദ്ദേഹത്തിന്റെ നേതാവ് പിണറായി സഖാവ് തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അതെ. ശരിയല്ലേ? വീണയെ കുറിച്ചൊക്കെ പരാമർശങ്ങൾ ഉണ്ടായപ്പോ വീട്ടിലിരിക്കുന്നവർ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ജേർണലിസ്റ്റ് പേടിയില്ലാണ്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് എന്ത് മോശമായൊരു വാക്കാ, നമുക്കത് പറയാൻ പറ്റില്ല. ഇല്ല. എത്ര മോശമായ പരാമർശമാണ് ആ, ഉം. ആയെങ്കി ആയെങ്കിൽ നടത്തിയത്. നടത്തിയത്. വളരെ വളരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ രമേശ് ചെന്നിത്തല ഉം. നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തെ വെല്ലുവിളിച്ചിരിക്കുന്നു. അതെ. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. SHO സ്റ്റേഷൻ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അറസ്റ്റ് വാറന്റ് വരുന്നത്. അതിന് അദ്ദേഹം ഹൈക്കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിലിന്, മുൻകൂർ ജാമ്യത്തിന് ഉം. പോയപ്പോൾ അത് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് അദ്ദേഹം ഒളിവിലേക്ക് മാറിയത്. ഇപ്പോ പിണറായി വിജയൻ ഉം. പ്രതിപക്ഷ നേതാവാണല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് ഈ പറയുന്ന ആയങ്കിക്കെതിരെ എന്ത് പ്രശ്നം വന്നാലും നമ്മളെ ബാധിക്കുന്നതൊന്നുമല്ല. ഉം. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ അത് തന്നെയാണ്. സ്വന്തം മകളുടെ കാര്യത്തിൽ പറയാത്ത എന്താ പ്രജിത?
സ്വന്തം മകളുടെ കാര്യത്തിൽ പറയുന്നില്ല. രണ്ടും സ്വന്തം രണ്ടാണല്ലോ. സ്വന്തം മകളായപ്പോ പറഞ്ഞു വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറയുന്നത് എന്തിനാ? വെറുതെ വീട്ടിലിരുന്നവരെ പുറത്ത് വലിച്ചിറക്കി അവരെയൊക്കെ ഇപ്പോ ജയിലിലാക്കുകയും ചെയ്തു. സ്വന്തം മകളെ അതെ. സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് ശരിയല്ല. എല്ലാവരെയും ഒരേപോലെ തന്നെ നമ്മുടെ സ്വാശ്രയത്തിന്റെ കാര്യം വന്നപ്പോൾ വെറുതെ ഇരുന്ന പുഷ്പനെയൊക്കെ വിളിച്ചിറക്കി എത്ര കൊല്ലം അദ്ദേഹം ജീവച്ഛവമായിട്ട് കിടന്നു. അതും അവർ ആഘോഷിച്ചു എന്ന് തന്നെ പറയണം. അതെ, അതെ. അദ്ദേഹം ഇങ്ങനെ മൃതപ്രായനായി വർഷങ്ങൾ കിടക്കുന്നതും ഈ പാർട്ടി ആഘോഷിച്ചു. എന്നിട്ട് സ്വന്തം മകനെയും മകളെയും സ്വാശ്രയ കോളേജുകളിൽ അയച്ച് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ പിണറായിയുടെ വാക്കുകളൊന്നും ഇപ്പൊ കേരളം വിഴുങ്ങുന്നില്ല. മാം വെള്ളം അതിന്റെ ഒപ്പം തൊടാണ്ട് തന്നെ വിഴുങ്ങുന്നില്ല. അർജുൻ ആയങ്കിയുടെ അനിയനുണ്ട്. ഉം. അജയ് ആയങ്കി. അജയ് അദ്ദേഹമാണ് കൂടെ പോയത്. ഈ പോയതും കാറിൽ ഒരു വലിയ കാറാണ് നെക്സൈഡ് അല്ലേ? അതെ, വലിയൊരു നെക്സണില് കാറിലാണ് അവര് പോയിക്കൊണ്ടിരുന്നത്. ടോള് കടന്നു പോകുന്നതിന്റെ സമയം സഹിതം വന്നപ്പോഴാണ് പോലീസിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടായത് ഇവര് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. പോകുന്നത്. അനിയനാണ് കൂടെ നിൽക്കുന്നത്. അനിയൻ ചേട്ടനോടൊപ്പം. പിടിയിലായി. അനിയനും പിടി പിടിയിലായി. കാരണം ചേട്ടന് വേണ്ടി പോസ്റ്റ് ഇട്ടോണ്ടിരുന്നത് അതെ, അതെ. അനിയനാണ്. അദ്ദേഹം മാത്രമല്ല ഒരു ടീം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ ഉം. അറിയുന്നത്. ഇദ്ദേഹത്തിന് കുറെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ടാവുമല്ലോ. അത് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അനിയനാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അപ്പോ ഈ പോസ്റ്റുകളെല്ലാം തന്നെ ആൾക്കാരെ മോശമായി സംസാരിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു മെയിൻ ആയിട്ടും അതിൽ വന്നുകൊണ്ടിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. അങ്ങനെയാണ് ഒരു പത്രപ്രവർത്തനായ ജനം ടിവിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും വളരെ മോശമായ ഉം. പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം പോയിരിക്കുന്നത് കുറുക്കഞ്ചേരി മയ്യഴിയിലുള്ള ഇദ്ദേഹത്തിന്റെ എനിക്കൊന്ന് റിലേഷനുള്ള ആയിരിക്കാം. ആ ഒരു ഇത് ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു. അതിന്റെ താഴെയാണ് വന്നിട്ട് ആയെങ്കി വന്ന് ഇത്തരത്തിലൊരു ഉപയോഗിക്കാൻ പറ്റാത്തൊരു വാക്ക് നമുക്ക് ആ ഒരു വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അതിനെതിരെയും കേസൊക്കെ കേസുകൾ വരുന്നുണ്ട്. വരും. പക്ഷെ കാപ്പ ചുമത്തുമെന്നും പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇവരൊക്കെ പുറത്തിറങ്ങുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം കൊടിസുനി ഉൾപ്പെടെയുള്ളവരൊക്കെ എങ്ങനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലില് ജീവിച്ചുകൊണ്ടിരുന്നത്. രാജകീയ ജീവിതം അതെ, നയിച്ചുകൊണ്ടിരുന്നത്. അതെ, അതെ. ജീവിക്കുക എന്ന് പറയാൻ പാടില്ല. രാജാക്കന്മാരെ നയിക്കുകയാണ് ചെയ്യുന്നത്. രാജകീയ സത്യം. ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ നമുക്കൊരു അതായത് പ്രതീക്ഷയില്ലല്ലോ. അല്ല, CPM-ന് വേണ്ടിയിട്ട് എന്ത് കൊടും ക്രൂരത ചെയ്യുന്ന ആൾക്കാർക്കും പ്രൊട്ടക്ഷൻ ഒരുക്കാനായിട്ട് അവര് സദാ സന്നദ്ധരായിരുന്നു, അല്ലെങ്കിൽ ജാഗരൂകരായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവരെ സപ്പോർട്ട് കിട്ടില്ല. പുതിയ ആൾക്കാരെ ഇതുപോലെ പ്രവർത്തികൾ ചെയ്യാനായിട്ട് കിട്ടില്ല. ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്തിനും CPM-ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രൊട്ടക്ഷൻ ഇല്ല. കാരണം പോലീസ് വേറെയാണ്. അതെ. പോലീസ് ഇപ്പൊ ഉണ്ട്. ഒരു 10 കൊല്ലൊക്കെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ജയിലിന്റെയും ക്രിമിനൽ ക്രൈമിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നവര്. അവരെയൊക്കെ മാറ്റാനായിട്ട് സതീഷിനും രമേശ് ചെന്നിത്തലയ്ക്കും കുറച്ച് സമയമെടുക്കും. പക്ഷെ അവരും ജാഗരൂകരായിരിക്കും. അതെ. ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ ഞങ്ങളുടെ തൊപ്പി അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുമെന്ന് അവർക്കൊരു അറിയാം. തോന്നലുണ്ടാവും. അപ്പോൾ എങ്കിൽ പോലും കമ്മിറ്റഡ് ആയിരിക്കും. ഉം. ഇവര് പലരും തന്നെ ഇവരുടേതായ തൊഴിലാളി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ഒരു അഫിലിയേഷൻ ഉള്ള ആൾക്കാരായിരിക്കും. മാനസികമായിട്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് SFIയുടെ പ്രവർത്തകരായിരിക്കാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാണ് ഇവർ വളർത്തിക്കൊണ്ടുവരുന്നത്, കീ പൊസിഷനിൽ വെക്കുന്നത്. ഞങ്ങൾ പറയുമ്പോൾ അത് ചെയ്യും, ഞങ്ങൾ പറയുമ്പോൾ ജയിലറ തുറക്കുക. പണ്ട് ശ്രീകൃഷ്ണനെയും കൊണ്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ കേട്ടില്ല. ജയിൽ തുറന്നു വന്നു, തടവറ തുറന്നു വന്നു എന്നൊക്കെ. അതുപോലെ ഇവര് പറയുമ്പോൾ ജയിലറ തുറക്കാനും, ഇവര് പറയുമ്പോൾ മൊബൈൽ ഫോൺ കിട്ടാനും, ഇവര് പറയുമ്പോൾ കാല് തിരുമ്മി കൊടുക്കാൻ വേറൊരു പരിചാരകനെ അയച്ചു കൊടുക്കാനും, ഇറച്ചിയും മീനും ഒക്കെ സമയങ്ങളിൽ എത്തിക്കാനും ഒക്കെ വേണം. അതായത് പോലീസുകാർ മുതൽ ജയിലർമാർ ഉൾപ്പെടെ ജയിൽ സൂപ്രണ്ട് വരെ ഇവരുടെ ഏറാൻമൂളികളായിരിക്കണം. അതെ. എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷേ പ്രജിത, പോലീസ് ഓഫീസേഴ്സ് ഡിലിജന്റ് ആണ്. ഇപ്പോഴിരിക്കുന്ന IAS ഓഫീസേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ അതിന് താഴേക്ക് വരുന്ന ആൾക്കാരാവട്ടെ, ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ, ഈ ക്രിമിനലുകളെ യാതൊരു മേഴ്സിയും ഇല്ലാണ്ട് പിടികൂടി തടവറയ്ക്കുള്ളിൽ ആക്കും എന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്ത ആളുകളാണ് ഇപ്പോഴത്തെ പോലീസ് ഓഫീസേഴ്സ്. എന്തായാലും ചെന്നിത്തല സത്യത്തിൽ മിന്നിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? മിന്നിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേരളം കൈവിട്ടു പോകുന്നേ. ഡ്രഗ് മാഫിയ ആയിക്കോട്ടെ, എല്ലാ തരത്തിലും ക്രിമിനൽസ് ആവട്ടെ, പല ഔട്ട്സൈഡ് സ്റ്റേറ്റ്, നമ്മുടെ കേരളത്തിന് പുറത്ത് നടക്കുന്ന പല ക്രിമിനൽ കുറ്റങ്ങളും ചെയ്ത ആൾക്കാർക്ക് ഒളിത്താവളം ഒരുക്കുന്നത് കേരളത്തിലാണ്. ഈ കൊച്ചിയിൽ നിന്ന് ഇപ്പൊ NIA 2 പേരെ തൂക്കിയില്ലേ? ഒരു കൊലപാതക കേസില് പ്രതിയായിട്ടുള്ള 2 പേര് 3 കൊല്ലം ഇവിടെ താമസിക്കുമായിരുന്നു. അവരെ NIA തൂക്കിയില്ലേ? അപ്പൊ കേരളം എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ക്രിമിനൽസിനും വന്ന് താമസിക്കാൻ പറ്റിയ ഒരിടമായിരിക്കുന്നു. ഇതിലാണെങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ കുംഭമേള കുഞ്ഞ് സംരക്ഷണം തേടി ഓടിയെത്തിയത്, ആ കുട്ടിയെ വയസ്സായോ വയസ്സില്ല ആയില്ലേ എന്നുള്ളത് വേറൊരു കാര്യം. സംരക്ഷണം തേടി എത്തിയത് കേരളത്തിലാണ്. ഇവിടെ എന്തും നടക്കും എന്നൊരു തോന്നലാണ് അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്.